അവൻ്റെ കണ്ണുകളിൽ നീ പതിഞ്ഞ നിമിഷം പിന്നെ നിന്നെ തിരിച്ചു നേടാൻ ലോകത്തിനാകില്ല. വെൽക്കം ടു ഇരുട്ടിൻ്റെ പ്രണയം എപ്പിസോഡ് 2. മാൻഷൻ്റെ പുറത്ത് രാത്രി പതിഞ്ഞിരുന്നു. വലിയ മതിലുകൾക്കുള്ളിൽ ഒതുങ്ങിയ ആ മുറി വൃത്തിയും ശാന്തവുമായിരുന്നു. പക്ഷേ അതിൻ്റെ നിശബ്ദതയിൽ ഒരു തടവിൻ്റെ തണുപ്പ് ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നു. വാതിൽ തുറന്ന് ഗാർഡുകൾക്കിടയിലൂടെ വിഹാൻ നടന്നു വന്നു. അവൻ്റെ മുഖത്ത് ക്ഷീണം, പക്ഷെ കണ്ണുകളിൽ ഇപ്പോഴും മടങ്ങാത്തൊരഹങ്കാരം. അവൻ മുറി ചുറ്റി നോക്കി, ചെറിയൊരു പരിഹാസ പുഞ്ചിരിയോടെ. വാഹ്, അപ്ഗ്രേഡ് ആണല്ലേ? ആരും മറുപടി പറഞ്ഞില്ല. ഗാർഡുകൾ പുറത്തേക്ക് പോയതും വിഹാൻ കസേരയിൽ ഇരുന്നു. അവൻ്റെ ശരീരം വിശ്രമം ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ അതിനെ മറയ്ക്കാൻ ശ്രമിച്ചു. വാതിലിന് പുറത്തുനിന്ന് ആരോ അവനെ നോക്കിക്കൊണ്ടിരുന്നു. അധർ. അവൻ്റെ കണ്ണുകൾ വലിയ കൃത്യമായ ഒരു വിലയിരുത്തൽ പോലെ വിഹാനിൽ നിന്നൊന്നും വിട്ടില്ല. ഒരു നിമിഷം വിഹാന്റെ ശ്വാസം കഠിനമാകുന്നത് അവൻ ശ്രദ്ധിച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് മുറിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന വിഹാൻ ടേബിളിലെ വെള്ളം എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ കൈകൾ ചെറുതായി വിറച്ചു. ഷിറ്റ്, അവൻ മന്ദമായി പിറുപിറുത്തു. ശ്വാസം പതുക്കെ കുറയുകയായിരുന്നു. കസേരയുടെ കൈപ്പിടി പിടിച്ച് നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ശരീരം അതിനെ അനുസരിച്ചില്ല. അപ്പോഴാണ് വാതിൽ തുറന്ന് അധർ അകത്തേക്ക് കടന്നു വന്നത്. ഒരു നിമിഷം അവൻ നിൽക്കുകയായിരുന്നു. വിഹാന്റെ അവസ്ഥ അവൻ കൃത്യമായി മനസ്സിലാക്കി. ഇതാണോ നിന്റെ ഐ ക്യാൻ ഹാൻഡിൽ മൈ ബിസിനസ് ലുക്ക്? ആ ശബ്ദം തണുത്തതായിരുന്നു, പക്ഷേ കണ്ണുകളിൽ സൂക്ഷ്മതയുണ്ടായിരുന്നു. വിഹാൻ തലയുയർത്തി നോക്കി. തളർന്ന ശ്വാസത്തിനിടയിലും അവന്റെ അഹങ്കാരം ഒട്ടും കുറഞ്ഞില്ല. ഐ ആം ഫൈൻ, അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ അടുത്ത നിമിഷം അവന്റെ ശരീരം തന്നെ തെറ്റി. അവൻ വീഴുന്നതിന് മുൻപ് ഒരു കൈ അവനെ പിടിച്ചു. വിഹാന്റെ ശരീരം അധർവന്റെ കൈകളിൽ പതിച്ചു. അവന്റെ ചൂടുള്ള ശ്വാസം അധർവന്റെ കഴുത്തിൽ തട്ടിയപ്പോൾ ഒരു നിമിഷം സമയം നിശ്ചലമായി. അധർവന്റെ മുഖം മാറ്റമില്ലാതെ നിന്നെങ്കിലും അവന്റെ കണ്ണുകളിൽ ഒരു അപരിചിതമായ ചലനം. ലോ ഷുഗർ അല്ലേ? വിഹാൻ മറുപടി പറയാൻ ശ്രമിച്ചു, പക്ഷേ ശബ്ദം തളർന്നു. ഐ സാഡ് ഐ ആം ഫൈൻ. അധർ അവനെ കസേരയിലിരുത്തി, പക്ഷെ പിടിവിട്ടില്ല. അവൻ അടുത്തേക്ക് കുനിഞ്ഞു. നിന്നെ ഞാൻ കൊല്ലാൻ തീരുമാനിച്ചു. ഇങ്ങനെ നിൽക്കാൻ പോലും കഴിയാത്ത ഒരാളെ കൊണ്ട് എനിക്ക് എന്ത് ലാഭം? വിഹാൻ അവന്റെ കണ്ണിൽ നോക്കി. പിന്നെ വീണ്ടും അതേ വിരോധം. ഒരു നിമിഷം ഭയം തോന്നിയെങ്കിലും അവൻ പറഞ്ഞു, പ്രയോജനം, അത് നിങ്ങൾക്ക് തന്നെ അറിയാം. അധർവിന്റെ അതരങ്ങളിൽ ഒരു ചെറിയ പുഞ്ചിരി, പക്ഷെ അത് ഒരു മുന്നറിയിപ്പ് പോലെ. അവൻ പറഞ്ഞു, നിന്റെ ചലനങ്ങൾ പോലും എന്റെ അനുവാദമാണ്. അപ്പോഴാണ് വാതിൽ വീണ്ടും തുറന്നത്. അലക്സ് അകത്ത് കടന്നു വന്നു, കയ്യിൽ ഫുഡ് ട്രേ. ഫുഡ് ഇവിടെ വെക്കൂ, അധർ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. അലക്സ് ട്രേ വെക്കുമ്പോൾ വിഹാന്റെ അവസ്ഥ ശ്രദ്ധിച്ചു. ബോസ്, ലീവ്. ഒരു വാക്ക്, അത് ചോദ്യം ചെയ്യാനുള്ള സ്ഥലമല്ലായിരുന്നു. അലക്സ് മിണ്ടാതെ പുറത്തേക്ക് പോയി. മുറിയിൽ ഇപ്പോൾ രണ്ടുപേർ മാത്രം. അധർ ട്രേയിൽ നിന്ന് ഭക്ഷണം എടുത്ത് വിഹാന്റെ മുന്നിൽ വെച്ചു. കഴിക്ക്. വിഹാൻ അവനെ നോക്കി. നിങ്ങൾ തരുന്നത് ഞാൻ വിശ്വസിച്ച് കഴിക്കണം. അധർ മന്ദമായി അടുത്തേക്ക് കുനിഞ്ഞു. വിശ്വസിക്കാതെ? നിനക്ക് വേറെ ഓപ്ഷനുണ്ടോ? ആ നിശബ്ദത വാക്കുകൾക്ക് ഭാരം കൂട്ടി. വിഹാൻ ഒടുവിൽ ഭക്ഷണം എടുത്തു. കൈകൾ ഇപ്പോഴും വിറയ്ക്കുകയായിരുന്നു. അവൻ ഓരോ കഷ്ണവും കഴിക്കുമ്പോൾ അധർ അവനെ നോക്കി നിന്നു. ഒരു തടവുകാരനായി അല്ല, ഒരു പ്രശ്നമായി പോലും അല്ല, ഒന്നുകൂടി മനസ്സിലാക്കേണ്ട ഒരാളായി. ആ രാത്രി അവർക്കിടയിലെ ദൂരം കുറയാൻ തുടങ്ങി. പക്ഷെ അതൊരു സുരക്ഷിതമായ അടുപ്പമല്ലായിരുന്നു. അത് ഒരു അപകടകരമായ ബന്ധത്തിന്റെ